അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഒരു വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു മന്തിയുടെ വീഡിയോ ആണ്. അപ്പം ഇവിടെ വീട് പണിയുടെ തറപ്പണിയുടെ പണിക്കാരുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. നമ്മളിപ്പം ഓൾറെഡി ഉള്ള വീടിൻ്റെ മതിലിൻ്റെ ഏകദേശം അത്രയും പൊക്കിയിട്ടാണ് വീട് പണിയുന്നത്. അപ്പോൾ അതിൻ്റെ തറപ്പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് പണിക്കാരൊക്കെ ഉണ്ട്. ഇപ്പം തറ ബെൽറ്റ് വാർക്കുന്നതാണിപ്പോൾ. അപ്പം പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന മന്തിയുടെ വീഡിയോ. എടുത്തത് തീർന്നല്ലേ, കളർ ഇട്ടായില്ലേ. ഇതിൽ ഞാൻ 3 ടേബിൾ സ്പൂൺ മന്തി മസാല, 2 മാഗി ക്യൂബ്, ഒരു 2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്താണ് നല്ലപോലെ പുരട്ടി ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നത്. ഈ ചിക്കൻ വെന്ത വെള്ളത്തിലാണ് ഇനി അരി വെക്കാനുള്ളത്. അപ്പോൾ ആദ്യം ചിക്കനാണ് വേവിച്ചെടുക്കേണ്ടത്. ആവിയിൽ ഇങ്ങനെ വേവിക്കുമ്പോൾ ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടും. അപ്പച്ചെമ്പിൽ അപ്പോൾ ഒരു പകുതി വെള്ളം വെക്കണം, ബാക്കി ചിക്കൻ്റെ സ്റ്റോക്ക് ഇറങ്ങിക്കോളും. ചിക്കൻ വെന്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചോറ് വെക്കാനുള്ള ചിക്കൻ വെന്തതിന് ശേഷമാണ് ചോറ് വെക്കുന്നത്. അതിന് വേണ്ടി ഓയിൽ ഒഴിച്ചിട്ട് നേരിയതായി അരിഞ്ഞ ഒരു സവാള, ഉള്ളി, വലിയ ഉള്ളി അതിട്ടിട്ട് പിന്നെ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വെന്ത വെള്ളം 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഉണങ്ങിയ നാരങ്ങ, 2 സ്പൂൺ മന്തി മസാല, 2 മാഗി ക്യൂബ് ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചോറിനും ഒരു ടേസ്റ്റ് വരുന്നതാണ്. പിന്നെ ഇത് തക്കാളി ചട്നി അടിക്കാനുള്ള തക്കാളി, ഉള്ളി, കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 സ്പൂൺ വിനാഗിരിയും ചേർത്ത് തക്കാളി ചട്നി ഉണ്ടാക്കുന്നതാണ്. ഇപ്പം വെള്ളം നല്ലപോലെ തിളക്കുന്നുണ്ട്. അപ്പോഴാണ് അരി ഇട്ട് കൊടുക്കുന്നത്. അതിലോട്ട് അരിയുടെ വെള്ളത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ മന്തി മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക്, തക്കാളിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇടാം. തക്കാളി ഇട്ടിട്ടില്ല, നമ്മൾ പച്ചമുളക് മാത്രമാണ് ഇട്ടത്. നമ്മൾ ചോറ് വെക്കുമ്പോൾ വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം അരി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം വീണ്ടും ചോറിന് ഒപ്പം എത്തിയാൽ നമ്മൾ തീ ഫുള്ള് മാറ്റണം. നമ്മളിൽ കുറച്ച് വെള്ളം വറ്റി വരുന്നുണ്ട്. ചോറ് ഇനി അതിൻ്റെ മുകളിലോട്ട് ആ